എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. സ്ഥലം വ്യത്യസ്തമാണ്, സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. എന്നാൽ നമ്മെയെല്ലാം ആ നല്ല കർത്താവിനെ സ്തുതിപ്പാൻ പരിശുദ്ധാത്മാവിൽ നമ്മെ ഒന്നിപ്പിച്ച ദൈവത്തിന്റെ വലിയ കൃപയോർത്ത് ഒരിക്കൽ കൂടി കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. നാം ആരാധിക്കുന്ന ദൈവം അവൻ സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ്. അവനെ പോലെ യോഗ്യനായി വേറെ ആരുമില്ല. ഇത് ഓരോ പ്രാവശ്യം പറയുമ്പോഴും ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലിന് അതൊട്ടും അതിന്റെ ഉത്സാഹം കുറയാതെ, ആ സന്തോഷം കുറയാതെ പറയാൻ കഴിയും. കാരണം നാം കാത്തിരിക്കുന്ന നമ്മുടെ അരുമ മണവാളനായ ക്രിസ്തു നമ്മെ ചേർപ്പാൻ വാനമേഘത്തിൽ വരാൻ സമയമായി. വീണ്ടും ഇന്ന് നാം വിശ്വാസ കണ്ണുകളാൽ അവനെ പാടി സ്തുതിക്കുന്നു. എന്നാൽ നാം അവനെ കാണുന്ന ദിനം ഏറെ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ആ പ്രത്യാശ ഉള്ളത്തിൽ നിറയുന്ന ദൈവജനം അല്പസമയം ദൈവത്തെ ഒന്ന് നന്ദിയോടെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നാം വന്നിരിക്കുന്നത് ആരാധിക്കാനാണ്, അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കാനാണ് എന്ന് ബോധ്യമുള്ളവരെല്ലാം നിങ്ങളുടെ ഹൃദയം നന്ദിയാൽ നിറയുന്ന ആ ഹൃദയത്തിൽ നിറയുന്ന നന്ദി ആരാധനയായി, അധരങ്ങളിലൂടെ അത് സ്തുതികളായി, അത് ആരാധനയായി, അത് പാട്ടുകളായി ഒക്കെ അത് പുറത്തേക്ക് വരട്ടെ. ഇന്ന് പകൽ അല്പസമയം ദൈവത്തെ നന്ദിയോടെ ഒന്ന് സ്തുതിക്കുമോ? ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഓ ജീസസ്, അങ്ങേ പോലെ യോഗ്യനായ ആരുമില്ല. കമോൺ, ഹൃദയത്തിൽ അവനെ സ്തുതിച്ച്, അവനെ ഒന്ന് സ്തുതിച്ച്, ദൈവമേ നീ യോഗ്യൻ, സകല ആരാധനയ്ക്കും പുകഴ്ചയ്ക്കും സകല ബഹുമാനത്തിനും നീ മാത്രം യോഗ്യൻ. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന നിമിഷം അങ്ങയുടെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ, ഞങ്ങളെ വിടുവിക്കുന്ന, ഞങ്ങൾക്ക് പുത്തൻ അഭിഷേകം പകരുന്ന, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന, ഞങ്ങളെ സമാധാനിപ്പിക്കുന്ന, ഞങ്ങളിൽ വീണവരെ എഴുന്നേൽപ്പിക്കുന്ന, ഞങ്ങളിൽ വഴികൾ അടഞ്ഞുപോയവർക്ക് പുതുവഴികൾ തുറക്കുന്ന, ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് പരിഹാരമായി മറുപടിയായി മാറുന്ന ആ ദൈവിക സാന്നിധ്യത്തെ ഇന്നു പകൽ ഞങ്ങൾ അനുഭവിക്കുന്നു, ഞങ്ങൾ സ്വീകരിക്കുന്നു. യേശുവപ്പ, ഓ ശമനദരകൾ ഖമന ഉടമനഗദരക ശംധനേദരേദനേരകൾ ഖമനഗടക ശംധനേ. ഓ ജീസസ്, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഓ നീ മാത്രം ആരാധ്യൻ, നീ മാത്രം ഉന്നതൻ, നീ മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. ഇന്ന് പകൽ ഞങ്ങൾ ഹൃദയങ്ങൾ തുറന്നങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ഞങ്ങളെ അങ്ങയുടെ തങ്ക ചിറകടിയിൽ അവിടുന്ന് കാത്തു പരിപാലിച്ചതിന് നന്ദി പറയുന്നു. അർഹതയില്ലാത്ത ദാനങ്ങളെ അളവില്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ പകർന്ന നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. അതുകൊണ്ട് നാം ചേർന്ന് സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണ. ആത്മാവിൽ അതൊന്ന് കണ്ടുകൊണ്ട് പാടാൻ കഴിയുമോ? ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. അത് ആ തേജസ്സേറിയ പൊന്മുഖത്തെ വിശ്വാസ കണ്ണുകളിൽ കണ്ടുകൊണ്ട്
പതിനായിരങ്ങളിൽ സുന്ദരനായവനെ, ശ്രേഷ്ഠനായവനെ, ഇന്ന് പകൽ ചേർന്ന കരങ്ങളെ ഒന്ന് ചേർന്നടിച്ച് പാടി ആത്മാവിൽ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ട്. ഹല്ലേലൂയ. വാഴ്ത്തും സുന്ദരനാം മണവാളനെ, ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ, സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ, ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. സങ്കേതം അവനെന്റെ രക്ഷകൻ, അവനെനിക്കുള്ളോ ബലമുള്ള ഗോപുരമാപത്തിൽ സങ്കേതം, അവന്റെ ചാരേ ഓടിയണഞ്ഞവർ ആശ്വാസമാനുദിനവും. ഓ അവന്റെ ചാരേ ഓടിയണഞ്ഞവർക്ക് ആശ്വാസം പ്രാപിച്ചവരൊന്നും ചേർന്ന് സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ, ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ, ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. അകറ്റി എന്ന ശുദ്ധിയെ നീക്കി ആനന്ദ സന്തോഷമെന്നകമേ തന്നരുളി, ആകൃത്യങ്ങൾ അകറ്റി എന്ന ശുദ്ധിയെ നീക്കി ആനന്ദ സന്തോഷമെന്നകമേ തന്നരുളി, ആദിവ്യ തേജസ്സിനഭിഷേകത്താൽ എന്നെ ജയത്തോടെ നടത്തിയിടുന്നു. ചേർന്ന് പാടുമോ? ദിവ്യ തേജസ്സിനഭിഷേകത്താൽ എന്നെ ജയത്തോടെ, നമ്മെ ജയത്തോടെ നടത്തുന്നവനെ സ്തുതിച്ചുകൊണ്ട് സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ, ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ, ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. അനുദിനം ഭാരങ്ങൾ അവൻ ചുമന്നിടുന്നു, അനവധി നന്മകൾ അളവെന്നെ തരുന്നു. അനുദിന ഭാരങ്ങൾ അവൻ
അതിദൂരം ബഹുവിധ തടസ്സം എതിരുകൾ വളരെ സഖികളിലധികം വഴിയതിദൂരം. അവന്റെ മക്കളൊന്ന് ചേർന്ന് പാടിക്കേ. പരിഭ്രമിക്കുന്നില്ല മന്നവൻ യേശു എൻ്റെ അഭയം. പേടിക്കാതെ ഓ പരിഭ്രമിക്കുന്നില്ല മന്നവൻ യേശു എൻ്റെ അഭയം. അതുകൊണ്ട് ചേർന്ന് സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാ. പ്രത്യാശയോടെ പാടുമോ? മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവൻ ഒന്നുണ്ട്. മരണത്തെ ജയിച്ചവൻ ഉയരത്തിൽ ഉണ്ട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. സന്തോഷമുള്ളവരെന്ന് പാടിക്കേ. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. ഓ ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. 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 ഞാൻ വിചാരിക്കുന്നു ഒരുപക്ഷെ നാം ഈ ബലഹീനമായ ജഡശരീരങ്ങളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് തുടർമാനമായി ദൈവത്തെ ആരാധിക്കാനോ പാടാനോ ഒന്നും കഴിയാത്തത്. ഒരുപക്ഷെ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് നമ്മുടെ ഇടയിൽ. പക്ഷെ നാം ഈ ബലഹീനമായ ജഡശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട്. പക്ഷേ പ്രിയ ദൈവമക്കളെ, ദൈവം നിർമ്മിച്ച സെറാഫുകളും ദൂതന്മാരും ഇപ്പോഴും ഈ നിമിഷവും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം അത് വ്യക്തമായി വായിക്കും. സെറാഫുകൾ ഒരുവൻ മറ്റൊരുവനോട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. പരിശുദ്ധനായ ദൈവത്തിന്റെ തേജസ്സേറിയ മുഖം കണ്ട് കൊതി തീരാതെ ഇന്ന് പകലും ദൂതന്മാർ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു അനുഭവത്തിലേക്കാണ് വിൺശരീരമുള്ളവരായി ഞാനും നിങ്ങളും എടുക്കപ്പെടുവാൻ പോകുന്നത് എന്ന് ഇന്ന് പകൽ കേൾക്കുമ്പോൾ സന്തോഷമുള്ളവർ ചേർന്ന കർത്താവിനെ ഒന്ന് സ്തുതിച്ചാണ്. ജീസസ്, യെസ്, അതിനായി ദൈവം നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ നമ്മെ ചേർപ്പാൻ അവൻ വാനമേഘത്തിൽ വരാൻ സമയമായി. ഇന്ന് പകൽ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ എത്ര പേർ നമ്മെ തന്നെ ഒന്ന് പ്രബോധിപ്പിക്കും, നാം നമ്മോട് തന്നെ ഒന്ന് പ്രബോധിപ്പിക്കും, ഒരുങ്ങുക, അവന്റെ വരവിനായി ഒരുങ്ങുക. ബുദ്ധിയുള്ള കന്യകമാരെ പോലെ വിളക്കിൽ എണ്ണ കരുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് എത്ര പേർ തിരിച്ചറിയുന്നു? ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കാം, വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയാം, ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കാം, പൊറുക്കേണ്ടവരോട് പൊറുക്കാം, മറക്കേണ്ടത് മറക്കാം. ഇന്ന് പകൽ ഉയരത്തിലുള്ളത് അന്വേഷിക്കാം, വിളക്കിൽ എണ്ണ കരുതാം, മണവാളനെ എതിരേൽപ്പാൻ മണവാട്ടി സഭയെ നമുക്കൊരുങ്ങാം. ഇനി നമുക്ക് അധിക സമയമില്ല. അവസാന നിമിഷത്തിൽ കൈവിടപ്പെട്ടു പോകുന്ന ആ ഒരു അവസ്ഥയിലേക്ക് തകർന്നു പോകാതിരിക്കുവാൻ, വീണു പോകാതിരിക്കുവാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. കർത്താവ്
ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിലുണ്ട്. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ തിരിച്ചറിയുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഒരു സ്തോത്രമേ പറഞ്ഞുള്ളെങ്കിലും അത് ഹൃദയത്തിൽ നിന്ന് അത് പറയുന്നുവെങ്കിൽ നിശ്ചയമായി നിങ്ങളുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നു. നാം വായിക്കുന്നത് പോലെ സ്തോത്രയാഗം അർപ്പിക്കുന്നവനെ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന് തിരുവചനം പറയുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ അർപ്പിക്കുന്ന ഓരോ സ്തോത്രവും അത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതാണ് എന്ന് തിരിച്ചറിയുന്നെങ്കിൽ ഇനി അല്പസമയത്തെ അധരത്തിന് നിങ്ങൾ അവൻ വിശ്രമം കൊടുക്കാതെ, നിങ്ങളുടെ വായിക്ക് വിശ്രമം കൊടുക്കാതെ അവന്റെ സ്തുതികൾ നിങ്ങളുടെ നാവിൽ നിറയട്ടെ, നിങ്ങളുടെ അധരങ്ങളിൽ നിറയട്ടെ. അവനോടുള്ള നന്ദി, ആരാധന നിങ്ങളുടെ ഹൃദയത്തിൽ നിറയട്ടെ. ഹോ, അത്യുന്നതനായ ദൈവത്തെ ഒരിക്കൽ കൂടി ആരാധിപ്പാൻ സന്തോഷമുള്ളവരെല്ലാം അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, അത്യുന്നതനെ, മഹോന്നതനായവനെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നാം ആരാധിക്കുന്ന ദൈവം, അവനെ പോലെ ഉന്നതനായവൻ വേറെ ആരുമില്ല, അവനെ പോലെ യോഗ്യനായവൻ വേറെ ആരുമില്ല. എന്നിട്ടും നമുക്ക് വേണ്ടി സ്വർഗ മഹിമകളെ വെടിഞ്ഞ് നമ്മുടെ പാപ പരിഹാരങ്ങൾക്കായി ഇറങ്ങി വന്നവൻ, കാൽവറിയിൽ നമുക്കായി മരിച്ചവൻ, തകർക്കപ്പെട്ടവൻ, മൂന്നാം നാൾ നമുക്കായി ഉയർത്തെഴുന്നേറ്റവൻ, അവൻ ഇന്നു പകൽ പിതാവിന്റെ വലതുഭാഗത്ത് അത്യുന്നതനായി, ശ്രേഷ്ഠനായി, മഹോന്നതനായി ഇന്നും നമുക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുവാൻ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, നമ്മെ സ്നേഹിക്കുവാൻ, നമ്മുടെ ആരാധനകളെ സ്വീകരിപ്പാൻ അവൻ ഇന്നു പകൽ നമ്മുടെ മധ്യത്തിലുണ്ട്. Come on, shall we praise him? Shall we worship him? This is our privilege. ഇത് നമ്മുടെ ഭാഗ്യമാണ്. ഇത്ര വലിയവനായ ഒരു ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നത് നമ്മുടെ ഭാഗ്യമാണ്. Oh Jesus, we worship. അത്യുന്നതൻ, മഹോന്നതൻ യേശുവേ നീയേ, മാനവും മഹത്വവും നിനക്കു മാത്രമേ. അത്യുന്നതൻ, മഹോന്നതൻ യേശുവേ നീയേ, മാനവും മഹത്വവും നിനക്കു മാത്രമേ. മാറാത്ത മിത്രമേശു എന്റെ ദേവാദിദേവനേശു, നിത്യനാം ദൈവമേശു എന്റെ രാജാതിരാജനേശു. പാടിടും ഞാൻ, ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം. പാടിടും ഞാൻ, ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. പാടിടും ഞാൻ,
സൗഭാഗ്യമേ. അങ്ങനെ തോന്നുന്നവരൊന്ന് പാടുമോ? പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര ഉന്നതം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. ഓ യേശുവേ, അങ്ങയുടെ സ്നേഹം അത് മാധുര്യമുള്ളതാണ്. ലോകത്തിന്റെ സ്നേഹം അത് നൈമിഷികമാണ്, അത് നിലനിൽക്കുന്നതല്ല. അത് ഞങ്ങളിൽ നിന്ന് മറ്റെന്തൊക്കെയോ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള സ്നേഹമാണ്. എന്നാൽ ഞങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ ഞങ്ങൾ ആരും നശിച്ചു പോകാതിരിക്കേണ്ടതിന് അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സ്നേഹിച്ച വലിയ സ്നേഹമോർത്ത് ഇന്ന് പകൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ അതിന് അയോഗ്യരായിരുന്നിട്ടും ഞങ്ങളെ യോഗ്യരാക്കി തീർത്ത യേശുവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അങ്ങയുടെ സ്നേഹത്തിന് നന്ദി അപ്പ. We love you, Jesus. വചനം പറയുന്നു, ക്രൂശിന്റെ വചനം അത് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, അത് വിശ്വസിക്കുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ചരിത്രത്തിന്റെ നടുവിൽ നിൽക്കുന്ന ക്രൂശ് എന്ന സത്യത്തെ ഇന്നു പകൽ വിശ്വസിക്കുമെങ്കിൽ, ക്രൂശിൽ നമ്മെ ജയാളികളാക്കി തീർത്ത ആ ദൈവിക രക്ഷക പദ്ധതിയിൽ ഇന്നു പകൽ വിശ്വസിക്കുന്നെങ്കിൽ സന്തോഷത്തോടെ നന്ദിയോടെ ദൈവത്തെ ഒന്ന് പാടിക്കേ. അന്ത്യത്തോളം നിൻ ക്രൂശിന്റെ വചനം സാക്ഷിപ്പാൻ വരുന്നു ഞാൻ സമ്പൂർണമായി നിനക്കായി ശോഭിപ്പാൻ. അന്ത്യത്തോളം നിൻ ക്രൂശിന്റെ വചനം സാക്ഷിപ്പാൻ വരുന്നു ഞാൻ സമ്പൂർണമായി നിനക്കായി ശോഭിപ്പാൻ. പകരു ശക്തി എന്നിൽ നാദ നിനക്കായി വിശ്വസ്തദാസനായി എന്നെ തൃക്കൈയിൽ തരുന്നീരാ. പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. പാടിടും
ആരോഗ്യവും പണവും എല്ലാം ഉള്ളപ്പോൾ ഈ ലോകത്തിൽ നമുക്ക് ഒരുപാട് സ്നേഹിതരുണ്ടാവും. അത് തികച്ചും സ്വാഭാവികമായ ഒരു കാര്യമാണ്. എന്നാൽ ഈ ലോകത്തിൽ കാണാൻ കഴിയാത്തൊരു സ്നേഹമുണ്ട്. എന്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല, ഞാൻ ഏകനായി തീർന്നിടട്ടെ, യേശു മാറുകില്ല, എന്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല, ഞാൻ ഏകനായി തീർന്നിടട്ടെ, യേശു മാറുകില്ല. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഓ യേശു എന്റെ സ്നേഹിതൻ, യേശു എന്റെ പ്രാണപ്രിയൻ, യേശുവേ യേശു എന്റെ ആരെല്ലാം മാറിയാലും അവൻ മറക്കില്ല. ഓ യേശു എന്റെ പ്രാണപ്രിയൻ. അതുകൊണ്ട് സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം. ഇന്ന് പകൽ അവൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. ഞാൻ കഷ്ടകാലങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. യേശു പറയുന്നു, നിന്റെ കഷ്ടതയിൽ ഞാൻ നിന്നെ വിട്ട് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിനക്കെന്ത് സംഭവിക്കുമെന്ന് കാണുവാൻ മാറി നിന്ന് നിന്നെ നോക്കുന്ന മനുഷ്യനല്ല ഞാൻ, മറിച്ച് നിന്റെ കഷ്ടതയിൽ നിന്നോട് ഏറ്റവും അടുത്തിരുന്ന് നിന്നെ ആശ്വസിപ്പിക്കുവാൻ, നിനക്ക് തുണയായി മാറുന്ന, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ തലോടുന്ന ആ യേശുവിന്റെ സ്നേഹം, അവന്റെ വിശ്വസ്തത അനുഭവിച്ചവർ ഇതിനകത്തുണ്ടെങ്കിൽ അല്പസമയം നന്ദിയോടെ ഒന്ന് കർത്താവിനെ സ്തുതിച്ച് മിണ്ടാതിരിക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കരുത്. ആ യേശുവിന്റെ സ്നേഹമോർത്ത് നന്ദി പറഞ്ഞ്, ആ നിർവ്യാജ സ്നേഹത്തിനൊന്ന് നന്ദി പറഞ്ഞ്, എന്റെ സ്നേഹിതൻ യേശു എന്റെ പ്രാണപ്രിയൻ, യേശു എന്റെ സ്നേഹിതൻ, യേശു എന്റെ പ്രാണപ്രിയൻ. ഇന്ന് പകൽ ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നു, യേശുവുമായുള്ള നമ്മുടെ ബന്ധം അധികം ദൃഢമാകട്ടെ, അധികം ആഴമുള്ളതാകട്ടെ. കേവലം നമ്മുടെ പരിചയങ്ങൾക്കൊക്കെ അപ്പുറത്ത്, ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ പരിചയങ്ങൾക്കൊക്കെ അപ്പുറത്ത് ആഴത്തിൽ വേർതിരിക്കാനാകാത്ത പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ഈ ലോകത്തിലുള്ളതിനോ വരുവാനുള്ളതിനോ ഒന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർതിരിക്കാൻ കഴിയില്ല. അത്രത്തോളം യേശുവുമായി ഒരടുപ്പം ആഗ്രഹിക്കുന്നവർ, നിന്റെ നന്മയ്ക്കോ ആ നന്മയുടെ
അസാന്നിധ്യത്തിനോ ആ നന്മയുടെ നഷ്ടത്തിനോ നിന്നെ യേശുവിൽ നിന്നും മാറ്റാൻ കഴിയില്ല. നിന്റെ ജീവിതത്തിലെ ആരോഗ്യത്തിനോ അതോ നിന്റെ ജീവിതത്തിലെ കഷ്ടതയ്ക്കോ, സാഹചര്യം എന്തുമാകട്ടെ, പരസ്പര വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ അനുഭവങ്ങളിലൂടെ ആയിരിക്കാം നിങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല എന്ന് എത്ര പേർക്ക് ആത്മാവിൽ പറയാൻ കഴിയും? പ്ലീസ്, ഈ ലോകത്തിൽ ലഭിക്കാത്ത ചിലതിന്റെ പേരിൽ പിറുപിറുത്ത് പിന്മാറരുതേ സഹോദര സഹോദരി. ഈ ലോകമല്ല നിനക്കവൻ വെച്ചിരിക്കുന്നത്. ഉയരത്തിൽ നിനക്കൊരു ഭവനമുണ്ട്. അളവുനൂലെനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നെന്ന് ഭക്തൻ പറയുന്നത് പോലെ നമുക്കായി അവനൊരു ഭവനം ഒരുക്കിയിട്ടുണ്ട്. ഈ ലോകം നമുക്കുള്ളതല്ല. ഇവിടെ നിലനിൽക്കുന്ന നഗരം നമുക്കില്ല. നമുക്ക് ഉയരത്തിൽ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അതിനായി ആത്മാവിൽ അതിനായി ഒരുങ്ങുന്നവർ, അതിനെ ഉള്ളത്തിൽ കൊണ്ടു നടക്കുന്നവർ, അതിനെ ഓർക്കുമ്പോൾ സന്തോഷിക്കാൻ കഴിയുന്നവരെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ആ നല്ല ദൈവത്തെ നാം ഒരിക്കൽ കൂടി സ്തുതിക്കുവാൻ പോവുകയാണ്. ആ കർത്താവിൻ്റെ സ്നേഹത്തിന് നാം ഒരിക്കൽ കൂടി നന്ദി പറയാൻ പോവുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീസസ് അവനാദ്യനും അന്ത്യനുമേ, ദിവ്യ സ്നേഹത്തിൻ ഉറവിടമേ, അവനാദ്യനും അന്ത്യനുമേ, ദിവ്യ സ്നേഹത്തിൻ ഉറവിടമേ. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നതനാ. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. പറയുമോ? എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ യേശു മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ യേശു മതിയായവൻ. നിങ്ങളുടെ അത്ഭുതം ആരംഭിക്കുന്നത് യേശു മതിയായവനെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോഴാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഏതു സാഹചര്യത്തിലും യേശു മതിയായവനെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോഴാണ്. മരിച്ച് 4 ദിവസം കല്ലറയിൽ ഇരിക്കുന്ന ലാസറിനെയും ഉയർപ്പിച്ച ഒരു യേശുവാണ് ഇന്ന് പകൽ ഞാനും നിങ്ങളും ആരാധിക്കുന്നു എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ, സമയം കഴിഞ്ഞതിനെയും നിന്റെ മുമ്പിൽ പുതിയതാക്കി നിന്റെ മുമ്പിൽ നിർത്തുവാൻ എൻ്റെ കർത്താവിന് കഴിയും. വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് ദൈവത്തിന് ഒരിക്കൽ കൂടി മഹത്വം കൊടുത്ത് ആ ദൈവത്തിന്റെ വിശ്വസ്തതയോർത്തൊന്ന് പാടിക്കേ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നും എന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നും എന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ യേശു മതിയായ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നും എന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നും എന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. കാൽവറി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു,
ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ ഇന്ന് പകലൊന്ന് പാടി ബലപ്പെട്ടെ. ആപത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായ അവനാദ്യൻ അവനാദ്യനും അന്ത്യനുമേ ദിവ്യ സ്നേഹത്തിനുറവിടമേ അവനാദ്യനും അന്ത്യനുമേ ദിവ്യ സ്നേഹത്തിനുറവിടമേ പതിനായിരത്തിൽ അതിശ്രേഷ്ഠനവൻ സ്തുത്യനാം വന്ദ്യനാം നായകൻ ആരാധിച്ചേ പതിനായിരത്തിൽ അതിശ്രേഷ്ഠനവൻ സ്തുത്യനാം വന്ദ്യനാം യേശു നല്ലവൻ എന്റെ യേശു എനിക്കു നല്ലവൻ അവൻ എന്നും എന്നും മതിയായവൻ എന്റെ യേശു എനിക്കു നല്ലവൻ അവൻ എന്നും എന്നും മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ ഓ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ മരുഭൂയാത്ര അതികഠിനം പ്രതികൂലങ്ങൾ അനുനിമിഷം മരുഭൂയാത്ര അതികഠിനം പ്രതികൂലങ്ങൾ അനുനിമിഷം എന്നാൽ പകൽ മേഘസ്തംഭം രാത്രി അഗ്നിത്തൂണായി എന്നെ അനുദിനം വഴി നടത്തും പകൽ മേഘസ്തംഭം രാത്രി അഗ്നിത്തൂണായി എന്നെ അനുദിനം വഴി നടത്തും എന്റെ യേശു എനിക്കു നല്ലവൻ അവൻ എന്നും എന്നും മതിയായവൻ ഓ എന്റെ യേശു എനിക്കു നല്ലവൻ അവൻ എന്നും എന്നും മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ ആപത്തിൽ രോഗത്തിൽ ഓ മനമേ അവൻ മതിയായവൻ എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ കണ്ണുനീരവൻ തുടച്ചിടുമേ എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ കണ്ണുനീരവൻ തുടച്ചിടുമേ അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവരിടം പറന്നുയരും അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവരിടം പ്രത്യാശയോടെ ഒരിക്കൽ കൂടി എന്റെ യേശു എനിക്കു നല്ലവൻ അവൻ എന്നും എന്നും മതിയായവൻ എന്റെ യേശു എനിക്കു നല്ലവൻ അവൻ എന്നും എന്നും മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതി യേശു അവൻ മതി ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മറ്റാരേക്കാൾ മറ്റെന്തിനേക്കാൾ ഇന്ന് പകലൊന്ന് പറഞ്ഞേ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ യേശു മതിയായവൻ 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 ആ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രിയമുള്ളവരെ നിങ്ങൾ ശ്രദ്ധിച്ചോ നമ്മൾ ഈ പാടിയ പാട്ടിന്റെ കോറസിൽ നമ്മൾ ഇങ്ങനെ പാടിയത് മനമേ യേശു മതിയായവൻ മനമേ യേശു മതിയായവൻ എന്ന് പറയുന്നത് നമ്മൾ മറ്റാരെയും ഉത്സാഹിപ്പിക്കുകയല്ല നമ്മൾ നമ്മോട് തന്നെ പറയുക അവരവരുടെ പേര് പറഞ്ഞിട്ടൊന്ന് പറഞ്ഞേ എന്റെ പേര് പറഞ്ഞു ഞാൻ പറയുക ഇമ്മാനുവേലെ യേശു മതിയായവനാ സഹോദര യേശു മതിയായവനാ അവരവരുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു നിനക്ക് യേശു മതി യേശു മതിയായവനാണ് നിന്റെ സകല ചോദ്യങ്ങളുടെ ഉത്തരം യേശുവിലുണ്ട് നാളുകളായുള്ള നിന്റെ പ്രതിസന്ധികൾക്ക് യേശുവിൽ പരിഹാരമുണ്ട് അതിനേക്കാളൊക്കെ അപ്പുറം ഇന്ന് പകൽ ഞാനും നിങ്ങളും പ്രാപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന എന്നാണെന്ന് അറിയാമോ സ്വസ്ഥത ഒരാമേൻ പറയാമോ ആ വാക്കിന് ഒരാമേൻ പറയാമോ പണം സ്വസ്ഥത തരത്തില്ലെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രങ്ങളിലെ
നിറഞ്ഞു നിൽക്കുന്ന ആത്മഹത്യകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പണം സ്വസ്ഥത തരത്തില്ലെന്ന്. പ്രതാപങ്ങൾ നിങ്ങൾക്ക് സ്വസ്ഥത തരത്തില്ല. കൂടെ കുറെ പേരൊക്കെ ഉണ്ടെന്നുള്ള ആ വിശ്വാസമുണ്ടല്ലോ, അത് സ്വസ്ഥത തരത്തില്ല. നിന്റെ ഹൃദയത്തിന് സമാധാനം നൽകുവാൻ സമാധാനത്തിന്റെ പ്രഭുവായ യേശു നിന്റെ ഹൃദയത്തിൽ വന്നാൽ മാത്രമേ ആ സമാധാനം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ പാടിയതുപോലെ ഈ മരുഭൂയാത്ര കഠിനമാണ്. പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ അനുനിമിഷവും നമ്മുടെ ജീവിത പടകിന് നേരെ അടിച്ചുയരുകയാണ്. എന്നാൽ അതിനു നടുവിലും എന്നെ വിളിച്ചവൻ വിശ്വസ്തനെന്നും നാം അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞത് അരുമനാഥനാണെന്നുമുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ പോരാഞ്ഞിട്ട് എന്റെ ജീവിത പടകിന്റെ അമരത്ത് എന്റെ അരുമനാഥൻ ഉണ്ട് എന്ന് ഇന്ന് പകൽ വിശ്വസിക്കാനും അത് അനുഭവിക്കാനും കഴിയുന്നെങ്കിൽ, ഈ ക്രിസ്തീയ ജീവിത പടകിൽ അരുമനാഥന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നെങ്കിൽ, do not worry, പരിഭ്രമിക്കരുത്. വിളിച്ചവൻ വിശ്വസ്തൻ. അക്കരെ നാട്ടിൽ നിങ്ങളെ എത്തിക്കുവാൻ അവൻ വിശ്വസ്തനാണ്. അങ്ങനെയെങ്കിൽ എത്ര പേർ പറയും, മനമേ യേശു മതിയായവൻ? കേവലം ചെറിയൊരു വാചകമായിട്ട് തോന്നിയാലും നിങ്ങൾ ആ ഉരുവിടുന്ന വാചകത്തിന് ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഇതുവരെ നിങ്ങൾ അനുഭവിക്കാത്ത ആശ്വാസം, സമാധാനം നിങ്ങൾ അനുഭവിച്ചു തുടങ്ങും. യേശു മതിയായവനെന്ന് പറയുന്നു. Come on. അവിടെ നിങ്ങളുടെ ജീവിതത്തിലെ പരാതികൾ അവസാനിക്കുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പരിഭവങ്ങൾ അവിടെ അവസാനിക്കുകയാണ്. കാരണം യേശു മതിയായവൻ, ഞാൻ എൻ്റെ യേശുവിൽ സംതൃപ്തനാണ് എന്ന് നിങ്ങൾ പറയുകയാണ്. അതുകൊണ്ടല്ലേ ഭക്തൻ പറയുന്നു, ഞാൻ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാൻ, അവന്റെ സന്നിധിയിൽ ധ്യാനിപ്പാൻ. Jesus, we love you. Oh Jesus, എൻ മനമേ നീ സ്വസ്ഥമായിരിക്ക, എൻ മനമേ നീ സ്വസ്ഥമായിരിക്ക. കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമായിരിക്ക, മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായിരിക്ക. കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമായിരിക്ക, മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായിരിക്ക. നിന്നെ സപ്പോർട്ട് ചെയ്യാൻ, നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, നിന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ, നിന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ ആരുമില്ലെന്നോർത്ത് ഭാരപ്പെടരുത്. ഇന്ന് പകൽ ആത്മാവിൽ നിന്നോട് തന്നെ നീ ഒന്ന് പറഞ്ഞേ, ഓ എൻ മനമേ നീ സ്വസ്ഥമായിരിക്ക, എൻ മനമേ നീ സ്വസ്ഥമായിരിക്ക, എൻ മനമേ നീ സ്വസ്ഥമായിരിക്ക. ഓ എൻ മനമേ നീ. അവനിൽ ആശ്രയിക്കുന്നവർ ഒരു നാളും കുലുങ്ങി പോകത്തില്ലെന്ന് തിരുവചനം പറയുന്നു. തിരുവചനം വിശ്വസിക്കാമോ ഇന്ന് പകൽ? അവനിൽ ആശ്രയിക്കുന്നവർ ഒരു നാളും കുലുങ്ങി പോകുകയില്ലെന്ന് പറയുന്നു. അവർക്കെതിരെ കൊടുങ്കാറ്റടിച്ചാലും, അവർക്കെതിരെ തിരമാല ഉയർന്നാലും അവർ ഒരു നാളും കുലുങ്ങി പോകുകയില്ലെന്ന് തിരുവചനം പറയുന്നു. ക്രിസ്തു എന്ന പാറമേൽ ഇന്ന് പകൽ ഞാനും നിങ്ങളും ഉറച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ഒന്ന് പാടിക്കേ, ഓ എൻ മനമേ നീ സ്വസ്ഥമായിരിക്ക, വേറൊന്നിനാലും ഞാൻ സ്വസ്ഥമാകില്ല, യേശുവിൽ മാത്രം ഞാൻ സ്വസ്ഥമായിടും, മറ്റൊന്നിനാലും ഞാൻ സ്വസ്ഥമാകില്ല. Come on. യേശുവിൽ മാത്രം ഞാൻ തിരിച്ചറിഞ്ഞവരൊന്ന് പാടുമോ എന്നോട് ചേർന്ന്? വേറൊന്നിനാലും ഞാൻ സ്വസ്ഥമാകി
മാത്രം, യേശുവിൽ മാത്രം ഞാൻ സ്വസ്ഥമായിടും. ഓ, മറ്റൊന്നിനാലും ഞാൻ സ്വസ്ഥമാകില്ല. യേശുവിൽ മാത്രം, യേശുവിൽ മാത്രം ഞാൻ സ്വസ്ഥമായിടും. ഓ, എൻ മനമേ നീ സ്വസ്ഥമായിരിക്ക, എൻ മനമേ നീ സ്വസ്ഥമായിരിക്ക. ഓ, എൻ മനമേ, ഓ, എൻ മനമേ. Oh, we welcome you, the Prince of Peace. En maname ni swastamai. We welcome you into our lives. En maname ni swastamai. സമാധാനത്തിന്റെ പ്രഭുവിനെ ഇന്ന് പകൽ ജീവിതത്തിലേക്കൊന്ന് സ്വാഗതം ചെയ്തുകൊണ്ട്, സമാധാനത്തിന്റെ പ്രഭുവായ യേശു കർത്താവിനെ ഒന്ന് സ്വാഗതം ചെയ്തുകൊണ്ട്, ആശങ്കകൾ മാറട്ടെ, ഇന്ന് പകൽ പരിഭ്രമങ്ങൾ മാറട്ടെ, നാളെയെ കുറിച്ചുള്ള വ്യാകുലതകൾ മാറട്ടെ. എന്റെ ഭാവി എന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ ഭദ്രമാണെന്നുള്ള വിശ്വാസം ഇന്ന് പകൽ നിന്നെ ഭരിക്കട്ടെ. റുഖമാന ശബ്ദനേ, ഓ, എൻ മനമേ നീ സ്വസ്ഥമായിരിക്ക, എൻ മനമേ നീ സ്വസ്ഥമായിരിക്ക, എൻ മനമേ നീ സ്വസ്ഥമായിരിക്ക. ഓ, എൻ മനമേ നീ സ്വസ്ഥമായിരിക്ക. കൂരിരുൾ പാതയിൽ, കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമായിരിക്ക. മരണത്തിൻ താഴ്വരയിൽ, മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായിരിക്ക. കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമായിരിക്ക, മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായിരിക്ക. എൻ മനമേ, എൻ മനമേ നീ സ്വസ്ഥമായിരിക്ക. ഓ, എൻ മനമേ നീ സ്വസ്ഥമായിരിക്ക. കൂരിരുൾ പാതയിൽ, കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമായിരിക്ക. മരണത്തിൻ താഴ്വരയിൽ, മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായിരിക്ക. എൻ മനമേ, എൻ മനമേ സ്വസ്ഥമായി. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തും. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കും, തിരുനാമ നിമിത്തം എന്നെ നീതി പാതയിൽ നടത്തും. കൂരിരുൾ പാതയിൽ, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയും. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ആത്മാവിൽ അതിനെ ഒന്ന് ഏറ്റെടുത്തുകൊണ്ട് ഈ വചനങ്ങളെ എന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് റിസീവ് ചെയ്തുകൊണ്ട്, എൻ മനമേ നീ സ്വസ്ഥമായിരിക്ക, എൻ മനമേ നീ സ്വസ്ഥമായിരിക്ക. ഓ, എൻ മനമേ നീ സ്വസ്ഥമായിരിക്ക. ഓ, എൻ മനമേ നീ സ്വസ്ഥമായിരിക്ക. ഓ, എൻ മനമേ നീ സ്വസ്ഥമായിരിക്ക. ആശ്വസിപ്പിക്കുന്ന ദൈവം ഇന്ന് പകൽ നമ്മോട് കൂടെയിരിക്കട്ടെ. ആശ്വാസപ്രദന്റെ സാന്നിധ്യം ഇന്നു മുതൽ നമ്മോട് കൂടെ ഇരിക്കട്ടെ. കൂരിരുൾ പാതയിൽ, മരണത്തിന്റെ താഴ്വരയിൽ നമ്മെ കൈവിടാതെ നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം ഇന്ന് പകലും എന്നെ കേൾക്കുന്ന സഹോദര,
മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായിരിക്കാം. കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമായിരിക്കാം. മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായിരിക്കാം. കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമായിരിക്കാം. മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായിരിക്കാം. Thank you, Jesus. 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 കരങ്ങളെ ഉയർത്തി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്ദി അപ്പ. അളവില്ലാത്ത സ്നേഹത്തെ, അർഹതയില്ലാത്ത ഞങ്ങൾക്ക് അങ്ങ് നൽകിയതിനായി നന്ദി. ക്രൂശിൽ ഞങ്ങൾക്കായി മരിച്ചവനെ, മൂന്നാം നാൾ ഉയർത്തവനെ, ഞങ്ങളെ ചേർപ്പാൻ വാനമേഘത്തിൽ വേഗത്തിൽ വരുന്നവനെ, ഞങ്ങൾ അങ്ങയുടെ വരവിനായി ഒരുങ്ങുന്നു. We thank you, Lord, for all your goodness in our lives. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകിയ സകല നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ അതിന് യോഗ്യരാക്കി തീർത്ത അങ്ങയുടെ സ്നേഹത്തിനായി സ്തോത്രം. ഇത്രയും സമയം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് അങ്ങേ ഉയർത്തുവാൻ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകിയ സമയത്തിനായി നന്ദി. We love you, Jesus. മറ്റെന്തിനേക്കാൾ, മറ്റാരേക്കാൾ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കും. We need your presence with us. ഒരു നല്ല സ്നേഹിതനായി, ഇമ്മാനുവേലായി, ഞങ്ങളോട് കൂടെ നടക്കുന്നവനായി അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ ചോദിക്കുന്നു. Once again we bless your name. We worship you. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഒരിക്കൽ കൂടി ഉയർത്തുന്നു. സകല നാമത്തിലും മേലായ യേശുവിന്റെ നാമത്തെ ഞങ്ങൾ ചേർന്ന് മഹത്വപ്പെടുത്തുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആ കരങ്ങളെ ഒന്ന് ഉയർത്തി ഒരിക്കൽ കൂടി നമുക്ക് ജയം നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ.